വിശാലമായിട്ടുള്ള തീഷ്ടാണ് അതിന്റെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പോകുന്നത് ജയ്ഗോണിലേക്കാണ്. ജയ്ഗോൺ എന്ന് പറഞ്ഞത് ഇന്ത്യന്റെയും ഭൂട്ടാന്റെയും ബോർഡറാണ്. ഇന്ത്യന്റെ ബോർഡറാണ് ജയ്ഗോൺ. ഭൂട്ടാന്റെ ബോർഡർ അവിടെ വരുന്നത് ഫിൻസിലിംഗ് ആണ്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് സിലിഗുരി ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സിലിഗുരിന്റെ കുറച്ച് മുമ്പ് നമ്മൾ ഡീവിയേഷൻ എടുത്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഒരു ഹെവി ബ്രിഡ്ജിന്റെ മേലെ കൂടെ പോകുന്നത്. വൈറ്റ് നൈറ്റിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വെസ്റ്റ് ബംഗാളിലെ കലിംപോങ് ഡിസ്ട്രിക്റ്റിലേക്കാണ് ഇപ്പം കയറിയിട്ടുള്ളത്. അവിടെ ബോർഡ് ഉണ്ടാണ്ട് പറഞ്ഞാട്ടോ, അല്ലാതെ നമുക്ക് ഇതിന് വേറെ ഒന്നുമില്ല. ഇവിടുത്തെ കുരങ്ങന്മാരെ നോക്കി നിങ്ങള്, വേറെ തന്നെ സൈസ് സാധനം അല്ല അർഫലി. നമ്മള് വണ്ടി നിർത്തിയപ്പോ വന്ന് അറ്റാക്കേ നിക്ക. ഓ നല്ല അടിപൊളി വെള്ളച്ചാട്ടല്ലേ. ഞാൻ കാണിച്ചുതരാം നോക്കി. കുട്ടികളെയും കൊണ്ട് പോകുന്ന നോക്കി. ഇവരെ നിർത്തി കഴിഞ്ഞാൽ നമ്മളെ പേടിപ്പിക്കുന്ന സീനാട്ടോ ഇവര്. NH-17 നമ്മൾ പോകുന്നേ. NH-17 നമ്മൾ അവിടെ അല്ലേ? തൃശ്ശൂർ ഹൈവേ മറ്റേത് NH-17 അല്ലേ? NH-7 അല്ലേ? NH-7 ഗൈസ്, അത് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യട്ടോ. നമ്മളെ കൊളപ്പുറം വഴി തൃശ്ശൂർ വഴി എറണാകുളത്തേക്ക് പോകുന്ന ഹൈവേ ഏതാണെന്നുള്ളത്. ഈ റൂട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ 2 വെള്ളച്ചാട്ടം കണ്ടത്. വിഷയം സ്ഥലം അല്ലേ? പക്ഷെ കാണിച്ചിടാൻ പറ്റില്ല. ഞങ്ങള് മൊബൈൽ എടുക്കുമ്പോൾ തന്നെ അത് ക്രോസ് ചെയ്ത് പോവാന്ന സിറ്റുവേഷനാണ്. അത് അവിടെ അടുത്ത വെള്ളച്ചാട്ടം. റഫലി ഇതൊന്നും ഇങ്ങനെ കാണിച്ചോട്ടാ, റെക്കോർഡിംഗ് ആണ്. അല്ലേ? ഇത് ചെറുതാണ്, ഇത് കുറേ ഉണ്ട്. ഈ തീസ്റ്റ റിവർ ഇങ്ങോട്ട് എത്തിയപ്പോഴേക്കും എമ്മാതിരി വൈഡായിട്ടാണ് ഒഴുകുന്നത് എന്നുള്ളത്. ഇതിന്റെ സൈഡിൽ നിന്നൊക്കെ, ഈ റോഡിന്റെ സൈഡിൽ നിന്നൊക്കെ വെള്ളം വന്ന് ഇതിലേക്കാണ് വീഴുന്നത്. അത്രയും പവർഫുൾ ആയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നോക്കി നിങ്ങൾ, ആകാശം നല്ലൊരു വൈബ് ഇട്ട് ആ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത്. നമ്മളെ കുടിക്കുന്ന വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇപ്പം ഒരു സ്ഥലം കണ്ടപ്പോൾ നിർത്തിയിട്ടോ. ഒരു രക്ഷയില്ലാത്ത വെള്ളം എന്ന് തോന്നുന്നത്. നല്ല തണുപ്പുണ്ടോ? തണുപ്പ് കുറവാ? വെള്ളമല്ല വെള്ളമല്ലേ? കുളിക്കുന്നത് പ്രകൃതിന്ന്, കുടിക്കുന്നത് പ്രകൃതിന്ന്, എല്ലാം പ്രകൃതിന്ന്. നമ്മൾ മോങ് പോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോറസ്റ്റിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചെക്ക് പോസ്റ്റ് മുമ്പിലുണ്ടെന്ന് തോന്നുന്നു. എന്താണ് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ, നമ്മൾ ഫോറസ്റ്റിലേക്ക് അങ്ങോട്ട് കടക്കുന്നു. ഇപ്പം ഇനി നമ്മൾ ഫോറസ്റ്റിലോട്ടാണ് പോകുന്നത്. NH-31 അല്ലേ? എത്ര ഫോറസ്റ്റുകൾ നമ്മൾ കണ്ടില്ലേ? സത്യം, വേറെ തന്നെ മൂടാ സത്യം. അല്ലെങ്കിലും പ്രകൃതി കണ്ടാൽ നമ്മൾ പോസിറ്റീവ് ആടാ. നല്ല നാച്ചർ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് നെഗാണെങ്കിലും അങ്ങോട്ട് പോസിറ്റീവ് ആവും. അതാണ് ഈ പ്രകൃതിന്റെ ഒരു വേറൊരു ഇത് പ്രത്യേകത. നമ്മളെ നേരത്തെ കണ്ട ടീസ്റ്റ റിവർ ഉണ്ടല്ലോ, അത് നേരെ പോയി ചെന്നെത്തുന്നത് ബ്രഹ്മപുത്രേക്കാട്ടോ. വെറുതെ അല്ല, ബ്രഹ്മപുത്ര അത്രയും വൈഡായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് ഡാർജിലിങ്ങും മറ്റേ സിക്കിമൊക്കെ കഴിഞ്ഞിട്ട് എന്തപ്പോ അല്ലേ നോക്കിനി, പശുക്കളൊക്കെ അങ്ങോട്ട് കണ്ടു തുടങ്ങിയില്ലേ? ഇടക്ക് നമുക്ക് ഈ പറഞ്ഞായിരിക്കും പശുക്കളൊക്കെ ഒന്ന് കാണട്ടോ, അല്ലെങ്കിൽ മനസ്സിനൊരു കുളിർമല്ല. ആ ഫോറസ്റ്റ് അങ്ങോട്ട് കഴിഞ്ഞതും പിന്നെ മൊത്തം തേയിലത്തോട്ടമായിട്ടോ. നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങള്, അടിപൊളില്ലേ? നിരപ്പായ സ്ഥലത്തേക്ക് എത്തിയിട്ടോ. നിരപ്പായ സ്ഥലം എന്നല്ലടാ, പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്തിന് പറയാം. ഓക്കെ, കൊള്ളാം. ആദ്യമായിട്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്. എന്തായാലും അങ്ങനത്തെ സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് എത്തിയപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ വീടുകളും അതിനിടയ്ക്ക് 2 നല്ല വീടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ കുറേ കടകളാട്ടോ ഇവിടെയൊക്കെ ഉള്ളത്, ഷെഡ് അടിയിട്ടുള്ള. പെട്ടെന്ന് കാഴ്ച മാറിയപ്പോൾ രസമായില്ലേ? നല്ല വിശക്കുന്നില്ലേ ഞങ്ങൾക്ക്? പിന്നെ അതിൻ്റെ ശേഷം ഒന്നും കിട്ടിയില്ല കേട്ടോ. കടകൾ വരെ മര്യാദ കിട്ടിയില്ല. ഒരു പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉള്ള അവിടെ നിന്ന് തന്നെ വാങ്ങിയാൽ മതിയായിരുന്നു. ഞങ്ങൾ വലിയ ആളായിട്ട് അവിടെ ഭയങ്കര കൂടുതലാന്ന് പറഞ്ഞിട്ട്, നല്ല കൂടുതലാണ്. 120 റുപ്യ വെണ്ടക്കൊക്കെ. ഞാൻ ഈ ട്രിപ്പിൽ 120 റുപ്യക്ക് വെണ്ടക്ക. കാരണം ഞങ്ങൾ അതെ, ഞങ്ങൾ 20 റുപ്യക്ക് വെണ്ടക്ക അല്ല 10 റുപ്യ വാങ്ങി കഴിഞ്ഞാൽ തന്നെ ഒരു നേരം അടിപൊളിയായിട്ട് കഴിക്കാനുണ്ടാവും. അവിടെ നോക്കി മിലിറ്ററിന്റെ ഏരിയ, ടാങ്കറൊക്കെ വെച്ചിട്ടുണ്ട് മുമ്പിൽ. ഇതിൽ തന്നെ ചോദിച്ചു എന്താ കഴിക്കാറുള്ളത്, വണ്ടി തന്നെ ചോദിച്ചാൽ മതിയല്ലോ. ഹായ്,
खाने के लिए क्या मिलेगा? എന്നാ നീ കഴിച്ചു വാ, ഞാൻ അപ്പോൾ അതിന് വീഡിയോ എഡിറ്റ് ചെയ്യാം. നോക്കി നിങ്ങളെ ഏത് റൂട്ടിലൂടെ ട്രെയിൻ പോകുന്നത്, എമ്മാതിരി വ്യൂ ആയിരിക്കും ആ ട്രെയിനിലൂടെ പോവുകയാണെങ്കിൽ. ഒന്നും പറയാണ്ടല്ലോ കേട്ടോ. അവനവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഈ ഇൻവേർട്ടർ വെച്ചിട്ടാണ് നമ്മൾ ലാപ്ടോപ്പും കാര്യങ്ങളും ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ചാർജ് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഓക്കെ അല്ലേ? കയറുന്നില്ല? എത്രയായി? 24 മിനിറ്റ് അല്ലേ? നമ്മളെ വീടെന്ന് പറയുമ്പോൾ ഇതാട്ടോ, നമ്മൾ കിടക്കുന്ന ബെഡ് ബാക്കിൽ കിടക്കുകയാണെങ്കിൽ ബെഡിൻ്റെ അടുത്തേക്ക് നമുക്ക് ചാർജിങ് കാര്യങ്ങളും ഓപ്ഷനൊക്കെ അതുകൊണ്ട്. ഇത് നമ്മളുടെ ബെഡ്റൂം, ഇതിൻ്റെ താഴെ നമ്മളുടെ കിച്ചണും കാര്യങ്ങൾ. ഇവിടെ നമ്മളുടെ എന്താ പറയുക, ഇത് നമ്മളുടെ വർക്ക് ഏരിയ ഒക്കെ ഒന്ന് പറയല്ലോ. ഇത് നമ്മുടെ വർക്ക് ഏരിയ അല്ലെങ്കിൽ സിറ്റ് ഔട്ടൊക്കെ വേണം പറയാം. മുമ്പിൽ നമ്മുടെ ബാൽക്കണി കേട്ടോ. പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ഇതിന് ചുറ്റും നിൽക്കുന്ന സ്ഥലങ്ങൾ, ഈ വണ്ടി അവിടെ നിർത്തുന്നത് അതിൻ്റെ ചുറ്റുള്ള സ്ഥലമാണ് നമ്മുടെ സറൗണ്ടിങ്സ്. വൈബനെ എന്തായാലും കൊള്ളാം. ബാറ്ററി വണ്ടിനെ കൊല്ലാന്ന് പറഞ്ഞിട്ടില്ലേ, അതാട്ടോ അതൊക്കെ. നോക്കി നിങ്ങള്, ഒരു രക്ഷയില്ലാത്ത റോഡാട്ടോ. കുറെ ബാറ്ററി വണ്ടി കണ്ടു തുടങ്ങി നമ്മൾ പ്ലെയിനായിട്ടുള്ള റോഡിലേക്ക് കണ്ട് കയറിയപ്പോൾ. നല്ല വൃത്തി കണ്ടില്ലേ. നമ്മൾ ഇത് കാടിന്റെ ഭാഗമായിട്ടാണ്. കാടിന്റെ ഭാഗം മീൻസ് ഫുള്ള് മരങ്ങളുടെ ഏരിയ ആയിട്ടാണ്. നമ്മളിപ്പോൾ ഈ പോകുന്ന റോഡുണ്ടല്ലോ, അത് റോഡെന്ന് പറയുന്നത് ആ കാണുന്ന മലകളാണ്. അതായത് ആ സൈഡ് മൊത്തം മലകളാണ്. അതിൻ്റെ പാരലായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് കുറേ വെള്ളം വരുന്ന കാരണത്താൽ ഇവിടെ കുറേ ബ്രിഡ്ജും ഉണ്ട്, അതേപോലെ കുറേ റിവേഴ്സും ഉണ്ട് കേട്ടോ. കുറേ കണ്ടില്ലേ, കുറേ നദികൾ ഈ ഭാഗത്തുണ്ട്. അത് കാരണത്താൽ ഒക്കെ നല്ല വൈഡായിട്ട് പോകുന്ന നദികളാണ്. കണ്ടില്ലേ, ഇത് ഭംഗിയില്ല അങ്ങോട്ടൊക്കെ കാണുന്ന നോക്കുന്ന സമയത്ത്. ഇവിടെ വന്നപ്പോൾ നമുക്ക് CPM-ന്റെ കൂടിയ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നോക്കി, അതുപോലെ തന്നെ ഇവിടെ മുഹറം ആയതുകൊണ്ട് ഇന്നും നാളൊക്കെ മുഹറം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കുറേ കൂടികളും കാണാൻ പറ്റുന്നുണ്ട്. ആ പള്ളിൻ്റെ അവിടെ നോക്കി. ഇവിടുത്തെ പള്ളിയൊക്കെ കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല വൃത്തിയുള്ള അടിപൊളി പള്ളി. ഒരു നില, ഒറ്റ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ഉള്ളൂ. എവിടെ ഊതു കൊടുക്കേണ്ട സ്ഥലം. കേരളത്തിൽ വന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് കേരളത്തിനെ കുറിച്ച് അവർക്ക് നല്ലൊരു മതിപ്പുണ്ട്. ഈവൻ സിക്കിമാരാണെങ്കിലും എല്ലാ സംസ്ഥാനത്ത് പോയി കഴിഞ്ഞാലും നമ്മൾ പൊതുവേ നമുക്ക് നല്ല വെൽക്കമിങ് കിട്ടാറ്. കേരളമാണെന്ന് പറയുമ്പോൾ നമുക്കൊരു ബഹുമാനം കിട്ടും തീർച്ചയായിട്ടും. ഇവിടെ കൊൽക്കത്തയിലൊക്കെ വന്നുമ്പോൾ നമുക്ക് ഭയങ്കര സ്നേഹമാണ്. കൊൽക്കത്തയിലും ബീഹാറിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു സ്നേഹം കിട്ടിയിട്ടുണ്ട് അല്ലേ. നമ്മളെ പറ്റിക്കാരും കാര്യങ്ങളൊക്കെ ഒന്നും നോക്കൂല. പിന്നെ വേറെന്താ, പിന്നെ കേരളത്തിനെ കുറിച്ച് പറയുമ്പോൾ രണ്ടാമത് മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം മോഡിഫിക്കേഷൻ. കേരളത്തിലെ വണ്ടി ഓരോരുത്തർ കണ്ടിട്ട് അവർ പറയുന്നത് പറയണം, അവർ പറയുന്നത് കേൾക്കണം. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേരളത്തിൽ ഓരോരുത്തർ വണ്ടി മോഡിഫൈ ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. എല്ലാ സംസ്ഥാനത്തിലും ഞാൻ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് ഭയങ്കര എന്താ പറയുക പോപ്പുലറാണ് കേരള മോഡിഫിക്കേഷനിൽ. പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു വണ്ടി പോലും പുറത്തിറക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ. അപ്പോൾ കേരള MVDക്ക് അയച്ചു കൊടുക്കട്ടെ നിങ്ങൾ വേണ്ട, അയച്ചിടണ്ട. ഇത് അയച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പോലീസ് ഒക്കെ പോകും. കണ്ടില്ലേ അടുത്ത പുഴ. ഇത് കണ്ട മല നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കോച്ച് ബെഹാർ, മാൽ ബസാർ, ഓരോ പേരുകള് അല്ലേ. മുമ്പിലേക്കുള്ള ഒരു കാഴ്ച എൻ്റെ മോനെ, ഫുള്ള് മലകളായിട്ട് ഒരു രക്ഷയിട്ടോ. നമ്മൾ ഈ ഹിമാലയത്തിന്റെ ഒരു പാർട്ടീഷൻ ഭയങ്കര രസമാണ്. നമ്മൾ ഈ ഷിംലയിൽ നിന്ന് ഡെറാഡൂണിലേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടില്ലായിരുന്നു നിങ്ങൾ, അതേപോലെ തന്നെ ഉണ്ട് ഇവിടെയും. അതായത് ആ മലകൾ ഇങ്ങനെ മാറിയിട്ട് ആ പ്ലെയിനായിട്ടുള്ള ഏരിയ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ, അത് നമുക്ക് കറക്റ്റ് അങ്ങ് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മളെ ചങ്കിനോട് പിന്നെ എല്ലാവരും ഒന്ന് കണ്ട് ബഹുമാനിച്ചിട്ട് ഒന്ന് ചിരിച്ചിട്ടേ പോവുള്ളൂ. അതാണ് ഇവന്റെ പവർ. മുത്തേ സുഖല്ലെങ്കിൽ ഇനിയും കുറെ പോവാളോ നമുക്ക്. കളറല്ലേ നീ എടാ, എണ്ണ അടിക്കണല്ലോ. ഇതാണ് എനിക്ക് ഇവനെ പറ്റാത്തൊരു കാര്യം. ഇങ്ങനത്തെ സ്ഥലത്ത് എത്തുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വണ്ടി നിർത്താനും എല്ലാത്തിനും സൗകര്യം ഉണ്ടാവും. ആകാശം നോക്കി നിങ്ങൾ, ആകാശം വേറെ മൂഡിലാട്ടോന്ന്. അപ്പുറത്ത് തേയിലാണ്.
ഗൈസ് നമ്മളേ ഇവിടുത്തെ ബസ് സ്റ്റാൻഡിന്റെ അകത്ത് വന്നാട്ടോ മാൽ ബസാർ ഉള്ളത്. മാൽ ബസാർ ഇവിടെ ഒരു കോസ്മോ ബസാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അത്യാവശ്യം മോശമില്ലാത്ത സൂപ്പർ മാർക്കറ്റാണ്. സൂപ്പർ മാർക്കറ്റ് അല്ലടാ, ഡ്രസ്സാ മൊത്തം. ഒരു ഹോട്ടലിൽ കയറി വണ്ടി സൈഡിലാക്കി വെച്ചിട്ടുണ്ട്. ബാങ്ക് കൊടുത്തിട്ടുണ്ടാവും. ഭായി പാനി മിലേगा पीने के लिए? एक वेज फ्राइड चिकन फ्राइड राइस दे दो. एक ही बस. അപ്പം ഇതാ ഇതിലേക്ക് ചെരിയുന്നു, കഴിക്കുന്നു. നല്ല വിശക്കുന്നുണ്ട്, സ്വാഭാവികല്ലേ. നമുക്ക് ലോട്ടറി കൊണ്ട് വന്നതാട്ടോ. भाई दिखाओ. हम तो केरला बैठा है, गोवा बैठा है, मुंबई बैठा है. केरला में 7 years. 7 years कहाँ पे? पुरमट्टम. मुलोट्टम. पुरमट्टम. अच्छा मुलोट्टम है. अच्छा हाँ 7 years बैठा माफिया का बिल्डिंग में. अच्छा माफिया टर्निंग में माफिया. कैसा लगा केरला? अच्छा लगा, बहुत अच्छा लगा. बहुत अच्छा लगा. उधर का आदमी सही है. सही है. हम लोग का पैसा तुरंत ही दिया है. अच्छा बढ़िया. 20,000 25,000 एक के टाइम में ना कॉन्ट्रैक्टर ले मलयाली था. मलयाली. हाँ बहुत अच्छा. और हफ्ता में 2 दिन 3 दिन उसका घर में भी हम लोग ऐसे खिलाता है. अच्छा ചേട്ടനോട് കുറെ നേരം വർത്തമാനം പറഞ്ഞു. ചേട്ടൻ പറയട്ടെ കൊൽക്കത്തയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്നത് മെഡിസിനും കള്ളും അതുപോലെ ലോട്ടറി ആണെന്ന് പറഞ്ഞ്. ബീഹാറിൽ കള്ളും ലോട്ടറി ബാൻഡാണല്ലോടാ, നമ്മളറിയില്ലല്ലേ. അവിടെയൊക്കെ പാവങ്ങളായിട്ട് അവിടുത്തെ സർക്കാർ ഒഴിവാക്കിയതാണ്. ഇത് വാങ്ങാനുള്ള ശേഷി ഇവിടുത്തെ ആൾക്കാർക്ക് ഇല്ലാന്ന് പറഞ്ഞാണ്ട്. അതെന്താ നല്ല കാര്യം അല്ലേ? बिहार में बंद है ना दारू और लॉटरी, ये दोनों बंद है. बढ़िया, अच्छा बात है. अच्छा बात है. अच्छा क्या खराब नहीं किया. അങ്ങനെ വീണ്ടും നമ്മൾ ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് പമ്പ് കയറ്റി. 2000 കേട്ടോ. ഇവിടെ കുറച്ച് കുറവുണ്ട്, 92.82 ഉള്ളൂ. നമ്മളിതുവരെ 95-നാണ് കൊൽക്കത്ത ബംഗാളിൽ കയറിയതിന് ശേഷം അടിച്ചിട്ടുണ്ടായിരുന്നത്.